Dear Father James Paul Vadakooട്ട്, ഹെഡ് മിസ്സസ് ആയിരിക്കുന്ന അനിജ തെരേസെ, അതുപോലെ റവറൻഡ് ശ്രീ സെറിൻ ക്ലെയർ, ശ്രീമതി മേഴ്സി അജി, ശ്രീമതി സുനിത ഷാജു, ശ്രീമതി ജിസു ജോസ്, കുമാരി കൃതിക എം എച്ച്, ശ്രീ ജെയ്സൺ സാം, എൻ്റെ പ്രിയപ്പെട്ട PTA അംഗങ്ങൾ, ടീച്ചേഴ്സ്, പേരൻസ് ആൻഡ് സ്റ്റുഡൻസ്. മറ്റൊരു പ്രഭാഷണത്തിന് ഞാൻ ഒരുങ്ങുന്നില്ല. പെട്ടെന്ന് ഇവിടെ അധ്യക്ഷ പ്രസംഗം പറയണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ആദ്യം ഓടിയെത്തിയത് കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ മുമ്പിലോട്ട് വന്ന ഒരു പേരൻറ്റിനെ കുറിച്ചാണ്. കൗൺസിലിങ്ങിനായിട്ട്. ആ കുട്ടിക്ക് മോഷ്ടിക്കുന്ന സ്വഭാവമുണ്ട്. കൊച്ചുകുട്ടിയാണ്. കുറേ നേരം ആ കുട്ടിയോട് സംസാരിച്ചു. എന്തുകൊണ്ടാണ് കുട്ടി മോഷ്ടിക്കുന്നത്? തല്ലു കൊടുക്കണം എന്നൊക്കെ പേരൻസ് പറഞ്ഞു. കുട്ടിയോട് കുറേ നേരം സംസാരിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, അങ്കിളെ, കുറേ നാൾ മുമ്പ് എൻ്റെ പപ്പയും മമ്മിയും എന്നെ ഇട്ടിട്ട് ദൂരെ ഒരു സ്ഥലത്ത് പോയി അപ്പാപ്പൻ്റെയും അമ്മാമ്മയുടെയും കൂടെയാണ് നിന്നത്. അന്ന് അപ്പാപ്പൻ എന്നോട് പറഞ്ഞു, നിന്നെ തവിട് കൊടുത്താണ് മേടിച്ചതെന്ന് പറഞ്ഞു. അപ്പം ആ കുട്ടി കരയാൻ തുടങ്ങി. വർഷങ്ങൾ കഴിഞ്ഞു. ആ കുട്ടിയുടെ മനസ്സിൽ ഇത് കിടക്കുക, തവിട് കൊടുത്താൽ എന്നെ മേടിച്ചേ, എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്നോട് സ്നേഹമില്ല. ഇങ്ങനെ ഒത്തിരി ഫാമിലിയെ കഴിഞ്ഞ വർഷങ്ങളിൽ ഫേസ് ചെയ്യാനായിട്ട് ഇടയായിട്ടുണ്ട്. എനിക്കറിയാം, പകല് ഈ ആനിവേഴ്സറി വെച്ചപ്പോൾ സിസ്റ്റർ ഒരു കൺസേൺ ഉണ്ടായിരുന്നു, പേരൻസ് വരുമോ? പക്ഷേ സിസ്റ്റർ തറപ്പിച്ച് പറഞ്ഞു, കുട്ടികളെ ഇഷ്ടപ്പെടുന്ന പേരൻസ് അവരുടെ പ്രോഗ്രാം കാണാൻ വരും. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇതിൻ്റെ പന്തലിൻ്റെ അവസാനം വരെ അപ്പാപ്പന്മാരും അമ്മമ്മമാരും വരെയുണ്ട്, അച്ഛനും അമ്മയും ഉണ്ട്. ഐ അപ്രീഷിയേറ്റ് യു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ ഐ റിയലി അപ്രീഷിയേറ്റ് യു. ഈ തരുണത്തിൽ ഒരു കഥ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബന്ധങ്ങൾ ഏറ്റവും വിലപിടിപ്പുള്ളതാണ്. അത് പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടില്ല. കുട്ടികളുമായിട്ടുള്ള ബന്ധം, ഭാര്യ ഭർത്താവ് ബന്ധം, അതൊക്കെ ദൈവം കനിഞ്ഞു തന്നിരിക്കുന്ന ബന്ധങ്ങളാണ്. മൈദമാവും വട്ടപ്പശയൊക്കെ അടക്കി വാഴുന്ന കാലത്താണ് ഒരു ന്യൂജൻ പശ വന്നു. ന്യൂജൻ പശ, പുതിയൊരു പശ. അപ്പോൾ പുള്ളിക്ക് എന്തും ഒട്ടിക്കണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം. അങ്ങനെ ഒരു ന്യൂജൻ പശ വന്നപ്പോൾ ഒരു ദിവസം ഒരു കുട്ടി തൻ്റെ പ്ലാസ്റ്റിക് കളിപ്പാട്ടം പൊട്ടിയപ്പോൾ വട്ടപ്പശയും മൈദമാവും ഒന്നും ഉപയോഗിച്ചില്ല, ന്യൂജൻ പശ വെച്ച് തേച്ചു. എങ്ങനെയോ ഇതങ്ങ് ഒട്ടി. അപ്പം ന്യൂജൻ പശ ആൾക്കാരൊക്കെ അറിഞ്ഞു, പുള്ളി ഫേമസ് ആയി. അങ്ങനെ പുള്ളിയെ പ്ലാസ്റ്റിക്കൊക്കെ ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു വീട്ടിൽ ഒരു പളുങ്കുപാത്രം വീണ് പൊട്ടിപ്പോയി. അപ്പോൾ ഈ ന്യൂജൻ പശ വെച്ച് പളുങ്കുപാത്രം ഒട്ടിച്ചു. എങ്ങനെയോ അത് ഒട്ടി. അപ്പോൾ പ്ലാസ്റ്റിക് ഒട്ടിക്കാം, പളുങ്കുപാത്രം ഒട്ടിക്കാം. അപ്പോൾ പുള്ളി ഫേമസ് ആയി, കുറച്ചുകൂടെ ഫേമസ് ആയി. ഔട്ട്ലെറ്റുകൾ വന്നു, സൂപ്പർ മാർക്കറ്റുകളിൽ മിസ്റ്റർ പശ വിൽക്കാനായിട്ട് വെച്ചു. അങ്ങനെ ഒരു വീട്ടിൽ ഒരു ഇരുമ്പിൻ്റെ ടോയ് ഉണ്ടായിരുന്നു. ഒരു കുട്ടി അത് താഴെ ഇട്ട് പൊട്ടിച്ചു. വെറുതെ അവൻ ആ പശ, മിസ്റ്റർ പശ, അത് വെച്ച് ഒട്ടിച്ചു. ഇരുമ്പൊട്ടി. അവനത് യൂട്യൂബിൽ എടുത്തിട്ട് ഇട്ടു, വൈറലായി. മിസ്റ്റർ പശ ഭയങ്കര വൈറലായി. ഇഷ്ടം പോലെ ഔട്ട്ലെറ്റുകൾ വന്നു. അങ്ങനെ ISROക്കാർ വിളിച്ചു. ചന്ദ്രയാനിലോട്ട് അയക്കാനായിട്ട് മിസ്റ്റർ പശയുടെ ആവശ്യമുണ്ട്. അപ്പോൾ മിസ്റ്റർ പശ ഭയങ്കര ഫേമസ് ആയി, യൂണിവേഴ്സലായി, ഇൻ്റർനാഷണലായി. അങ്ങനെ ഒരു ക്യാപ്ഷൻ വെച്ചു അതിൻ്റെ ഔട്ട്ലെറ്റുകളിൽ, എന്തിനേയും ഒട്ടിക്കും, ഭൂമിയുടെ അച്ചുതണ്ടിനെ വരെ ഒട്ടിക്കും എന്നാണ് ക്യാപ്ഷൻ. അപ്പോൾ മിസ്റ്റർ പശ, ബാക്കി മൈദയും വട്ടപ്പശയും എല്ലാം ഔട്ടായി. മിസ്റ്റർ പശ. അങ്ങനെ മിസ്റ്റർ പശയുടെ ഓഫീസിൽ ഒരു ദിവസം ഒരു ഫോൺ കോൾ വന്നു. ഹലോ, ആരാണ്? ചേട്ടാ, ഞാൻ 10 വയസ്സുള്ളൊരു കുട്ടിയാണ് സംസാരിക്കുന്നത്. മോനെ, നിനക്ക് എന്താ വേണ്ടത്? ചേട്ടാ, എനിക്ക് മിസ്റ്റർ പശ വെച്ച് എൻ്റെ പപ്പേനെ മമ്മിയെ ഒട്ടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം മിസ്റ്റർ പശ പറഞ്ഞു, പപ്പേനെ മമ്മിനെ ഒട്ടിക്കാനോ? വേണമെങ്കിൽ അവരുടെ കൈകളോ കാലുകളോ ചേർത്ത് വെച്ച് ഒട്ടിച്ചു തരാം, അത് മതിയോ? അല്ല മിസ്റ്റർ പശ, എനിക്ക് വേണ്ടത് എൻ്റെ പപ്പയും മമ്മിയും പിരിയാൻ പോവാണ്. കഴിഞ്ഞ രാത്രിയിൽ അവർ പറയുന്നത് കേട്ടു, നമുക്ക് പിരിയാം. എനിക്കത് കേട്ട് വളരെ വിഷമമായി. അതുകൊണ്ട് മിസ്റ്റർ പശയ്ക്ക് എൻ്റെ പപ്പേനെ മമ്മീനെ ഒന്ന് ഒട്ടിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഹി ഫെയിൽഡ് ഇൻ ദാറ്റ്. മിസ്റ്റർ പശയ്ക്ക് അച്ചുതണ്ടിനെ വരെ ഒട്ടിക്കാൻ കഴിയും. ഹൃദയങ്ങൾ തമ്മിൽ ഒട്ടിക്കുന്ന പശ ലോകത്തിൽ ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ 2024 ഈ കുട്ടികളുടെ മനോഹരമായ പ്രോഗ്രാം കാണുന്നതിനോടൊപ്പം
നമ്മുടെ മക്കൾക്ക് സമയം കൊടുത്ത്, ക്വാളിറ്റി ടൈം കൊടുത്ത് അവരെ നല്ല പൗരന്മാരായി വളർത്തിയെടുക്കുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഇങ്ങനെ ഒരു വലിയ കർത്തവ്യം എന്നെ ഏൽപ്പിച്ച സിസ്റ്റർക്ക് നന്ദി പറഞ്ഞുകൊണ്ടും, എൻ്റെ ലാസ്റ്റ് PTA പ്രസിഡൻറ്റിൻ്റെ പദവിയാണ് ഇത്. എൻ്റെ മകൻ ഇനി ഇവിടെ നിന്ന് പഠിച്ചിട്ട് ഇറങ്ങുകയാണ്. കഴിഞ്ഞ ഇത്രയും വർഷക്കാലം ഇങ്ങനെ ഒരു പദവി എനിക്ക് നൽകിയതിന് മാനേജ്മെൻറ്റിനോടും സ്കൂളിലെ അധ്യാപകരോടും എന്നെ തിരഞ്ഞെടുത്ത മാതാപിതാക്കളോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പ്രഭാഷണത്തിൽ ഇരിക്കുന്നു. നന്ദി. Thank you, sir, for your interesting words. Now I invite Srimati Mercy Achi to deliver keynote address.